ഓർമ്മയുണ്ടല്ലോ, നാളെ പാർവതിക്ക് വീടിന്റെ മുറ്റത്ത് ഇരിക്കപ്പിണ്ടം വെക്കും. ആദ്യം വിളക്ക് കൊളുത്തേണ്ടതും പിണ്ടച്ചോറ് ഉരുട്ടേണ്ടതും നീ ആയിരിക്കും. ഗിരേട്ടാ, നിങ്ങൾ ഒരുപാട് കാലമായിട്ട് സ്വപ്നം കണ്ട് നടന്ന ദിവസമല്ലേ ഇത്? ഇന്നത്തെ ദിവസം ഒന്നിന് ഒരു കുറവും വരാൻ പാടില്ല. എല്ലാം അതിൻ്റെതായ രീതിക്ക് തന്നെ നടക്കും. നിനക്കെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഗിരിയേട്ടാ, ഇതിലെന്ത് മനസ്സിലാക്കാനിരിക്കുന്നേ? അതെ ഗിരിയേട്ടാ, നിങ്ങൾക്ക് പൂവിന്റെ അലർജി വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. കഴിഞ്ഞത് കഴിഞ്ഞു. അതൊക്കെ അവിടെ വിട്ടുകളാ ഗിരിയേട്ടാ. ഏതായാലും ഗിരിയേട്ട ആഗ്രഹിച്ച പോലെ ഒരു കല്യാണം ദൈവം നടത്തി തന്നു. അത് മാത്രം ചിന്തിച്ചാൽ മതി. എടാ, എന്റെ മനസ്സിനൊരു സുഖമില്ല. വല്ലാത്ത കുറ്റബോധം തോന്നുന്നു. എന്തിന്? ഞാൻ അമ്മാവനോട് കാണിച്ച വലിയ ചതിയില്ലടാ. അമ്മാവന് എന്നെ എന്തുമാത്രം വിശ്വാസമായിരുന്നു. എല്ലാം എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോയില്ലേ. അമ്മാവനിപ്പോ വലിയ വിഷമത്തിലായിരിക്കും. അമ്മാവന്റെ മനസ്സവിടെ നീറുമ്പോ എനിക്കെങ്ങനെയാണ് മനസ്സമ്മാനം കിട്ടും? എനിക്ക് അമ്മാവനെ കാണണം, ഇപ്പൊ തന്നെ കാണണം. നേരിട്ട് കണ്ട് മാപ്പ് പറയണം. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് പോവുക. അത് വേണ്ട ഗിരിയേട്ടാ, ഇപ്പൊ അങ്ങോട്ട് പോകുന്നത് നല്ലതല്ല. അത് അപകടമാണ്. എടാ, ഞാൻ പറയുന്നത് ഞാനൊന്ന് പറഞ്ഞോട്ടെ ഗിരിയേട്ടാ. ഇപ്പൊ അങ്ങോട്ട് നിന്ന് മാപ്പ് പറഞ്ഞ അമ്മാവൻ കേൾക്കൊന്നാണ് വിചാരിച്ചേക്കണേ? ഒരിക്കലും ഇല്ല. ഗിരിയേട്ടനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് അമ്മാവന്. അമ്മാവന് മാത്രമല്ല, ആ നകുലേട്ടനും. ഇപ്പൊ അവരോട് എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. വെറുതെ അവരുടെ തല്ലുകൊണ്ട് തടി കേടാക്കണോ ഗിരിയേട്ടാ? എന്നാലും അമ്മാവനെ കാണാതെ ഗിരിയേട്ടൻ വെറുതെ സങ്കടപ്പെടണ്ട. ഗിരിയേട്ടനായിട്ട് എന്ത് തെറ്റാ ചെയ്തത്? ഒന്നുമില്ല. സ്നേഹിക്കുന്നവരെ ഒന്നിക്കുന്നത് ദൈവനിശ്ചയമാണ്. നിങ്ങളെ തമ്മിൽ യോജിപ്പിച്ചതും ദൈവമാണ്. അനാവശ്യമായിട്ടുള്ള കുറ്റബോധം ഒന്നും വേണ്ട. ഇത്തിരി ക്ഷമിക്ക് ഗിരിയേട്ടാ. അധികം വൈകാതെ തന്നെ അമ്മാവന്റെ തെറ്റിദ്ധാരണ എല്ലാം മാറും. അന്നേരം അമ്മാവനെ ഇങ്ങോട്ട് വിളിക്കാം. അപ്പൊ പോയി കണ്ട് മാപ്പ് പറയാലോ. അതുവരെ സമാധാനത്തിരിക്കും ഗിരിയേട്ടാ. രശ്മി വിളിക്കുന്നു, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. വരുന്ന രശ്മി മോളെ. സ്നേഹിക്കുന്നവരെ ഒന്നിക്കുന്നത് ദൈവനിശ്ചയമാണ്. നിങ്ങളെ തമ്മിൽ യോജിപ്പിച്ചത് ദൈവമാണ്. നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു ആശുപത്രി നിർമ്മിച്ച് ഇവിടെ തന്നെ പ്രാക്ടീസ് ചെയ്യണമെന്ന്. എന്റെ മോള് എവിടെയും പ്രാക്ടീസ് ചെയ്യുന്നില്ല. പടനിലത്ത് പത്മനാഭന്റെ മകള് ഒരു ഡോക്ടറാണെന്ന് നാട്ടുകാരെയും ബന്ധുക്കളെ ഒന്ന് അറിയിക്കണം. അത് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. എനിക്ക് ആഗ്രഹങ്ങളില്ലേ, ലക്ഷ്യങ്ങളില്ലേ? ആ ആഗ്രഹവും ലക്ഷ്യമൊക്കെ നാലായിട്ട് മടക്കി മോള് മോളുടെ മനസ്സിൽ തന്നെ അങ്ങ് വെച്ചേക്കെ. നിനക്കിപ്പോ വേണ്ടത് ഒരു കുടുംബജീവിതം. എത്രയും പെട്ടെന്ന് നിന്റെ വിവാഹം നടത്തണം. എല്ലാം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ചെക്കനെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്റെ വിവാഹ ജീവിതം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശവും അധികാരവും എനിക്ക് മാത്രമാണുള്ളത്. അച്ഛനും അമ്മയ്ക്ക് അഭിപ്രായങ്ങൾ പറയാം. അതിനപ്പുറം ഏതെങ്കിലും ഒരാളെ എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട.
വിവാഹം ഉറപ്പിച്ച പെണ്ണാള് കണ്ട ആണുങ്ങളുടെ ഒപ്പം കറങ്ങി നടന്ന നാട്ടുകാരെന്തു പറയും? അയ്യോ, ഇന്നു മുതൽ ഈ വീടിന്റെ 4 ചുമരുകൾക്കകത്ത് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം നീ. ഇനി നീ ഈ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങില്ല. കല്യാണ മണ്ഡപത്തിലേക്കല്ലാതെ ഇനി ഈ വീട്ടിൽ നിന്ന് നീ എവിടേക്കും പോകില്ല. ദേവി, പാറുവിനെ കാത്തോളണേ. എന്തായാലും ഞാൻ ആഗ്രഹിച്ചതുപോലെ അവള് ഗിരിയുടെ കൈകളിൽ തന്നെയാണല്ലോ എത്തിയത്. അവൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളും. അവന്റെ കൂടെ അവള് സന്തോഷമായി തന്നെ ജീവിക്കും. എന്റെ മോളുടെ എല്ലാ ആഗ്രഹങ്ങളും ഗിരി സാധിച്ചു കൊടുക്കും. എനിക്കത് വിശ്വാസമാണ്. മകളുടെ ദീർഘമംഗല്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുമല്ലേ? പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നാളെ പാർവതിക്ക് വീടിന്റെ മുറ്റത്ത് ഇരിക്കപ്പിണ്ടം വെക്കും. ആദ്യം വിളക്ക് കൊളുത്തേണ്ടതും പിണ്ടച്ചോറ് ഉരുട്ടേണ്ടതും നീ ആയിരിക്കും. വെട്ടി അരിയണമായിരുന്നു. കൊന്നു തള്ളേണ്ടതിന് പകരം കൈപിടിച്ച് കതിർമണ്ഡപത്തിലെത്തി വിവാഹം നടത്തി കൊടുത്തിരിക്കുന്നു. അച്ഛൻ എന്തിനാ അവനെ കൊണ്ട് അവളുടെ കഴുത്തി താലിട്ടിച്ചു? നാട്ടുകാരുടെ വായടപ്പിക്കാൻ. ശരി, സമ്മതിച്ചു. നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വിവാഹം നടത്തി കൊടുത്തു. ഇനി എന്താ അച്ഛന്റെ തീരുമാനം? അവനും അവളും കൂടി സന്തോഷത്തോടെ വാഴട്ടെന്ന് കരുതി മിണ്ടാതിരിക്കാനാണോ ഉദ്ദേശം?